പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, പല വിശുദ്ധരുടെയും സ്റ്റാച്യു നാം കാണാറുണ്ട്. കയ്യിൽ തൻ്റെ മരണം സൂചിപ്പിക്കുന്ന കുന്തവും കെട്ടിട നിർമ്മിതി സൂചിപ്പിക്കുന്ന മട്ടവുമായി നാം കാണുന്ന ഒരു വിശുദ്ധ രൂപമുണ്ട്. വിശുദ്ധ തോമസ് ലീഹ. AD 72 ജൂലൈ 3-ാം തീയതി മൈലാപ്പൂരിലാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കൈയുടെ അസ്ഥിയുടെ ഒരു ഭാഗം 1953 അഴീക്കോട് മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ചില രംഗങ്ങൾ കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിനം വൈകുന്നേരം ശിഷ്യർക്ക് ഉത്ഥിതനായ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ തോമസ് ഇല്ല. തോമസ് ശഠിച്ചു. ആ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലിടണം, പാർശ്വത്തിൽ കൈവയ്ക്കണം, എങ്കിലേ ഞാൻ വിശ്വസിക്കൂ. ഇതാ 8 ദിനങ്ങൾക്ക് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടു. തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ ആണിപ്പഴുതുകൾ കാണുക, നിന്റെ കൈ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. ഒരു നിലവിളിയായിരുന്നു ഉത്ഥനം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സ്നേഹമുള്ളവരെ, ക്രൈസ്തവൻ്റെ ജീവിത മന്ത്രമായി അത് മാറട്ടെ. ഈ സുഹൃത ജപം ആവർത്തിച്ചുരുവിട്ടാൽ നാം ദൈവ ശക്തി കൊണ്ട് നിറയും. അത് ഒരു ജീവിത ടൈം ടേബിളാക്കി നമുക്ക് മാറ്റാം. അതിനുള്ള പരിശീലനം നമുക്ക് ഇന്ന് ആരംഭിക്കാം. നമുക്ക് ആവർത്തിക്കാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.